വെളിപ്പെടുവാനുള്ള തേജസ്സിനായി നമ്മെ ക്രിസ്തുവേശുവിലൂടെ മുൻ നിയമിച്ച പിതാവായ ദൈവത്തിന് മഹത്വവും സ്തോത്രവും സ്തുതിയും ഞാൻ അർപ്പിക്കുന്നു. നമ്മുടെ രക്ഷാനായകനായി നമ്മെ തേജസ്സിലേക്ക് നടത്തേണ്ടതിന് കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീർന്ന ക്രിസ്തുവേശുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ ഏവർക്കും അറിയിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 7, 8, 9 വാക്യങ്ങളായിരുന്നു കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മുടെ ചിന്താവിഷയം. അതിൽ കാന്തയായ സഭ കുഞ്ഞാടിന്റെ കല്യാണത്തിന്, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സ്വന്തം കല്യാണത്തിന് തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു എന്നതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ട് ചിന്തിച്ചു. രണ്ടാമത്തെ ഭാഗമായിരുന്നു അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു എന്ന ഭാഗം. അതായിരുന്നു നാം ഇന്നലെയും ചിന്തിച്ചത്. 2 കാര്യങ്ങളാണ് അതിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. കൃപ ലഭിച്ചിരിക്കുന്നു എന്നതിനാൽ അത് ദൈവം നമുക്ക് നൽകുന്നതാണെന്നും അത് വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ എന്ന 9-ാം വാക്യത്തിലെ പ്രയോഗം വെച്ചുകൊണ്ട് അത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽ പെട്ടതാണെന്നും അങ്ങനെ 2 വശങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മളത് പഠിച്ചു. ഒരു കാര്യവും കൂടെ അതോടെ കൂട്ടിച്ചേർക്കുന്നു. ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ അവൾക്ക് കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറയുകയും അത് വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികളാണെന്ന് പ്രസ്താവിക്കുകയും ചെയ്തിരിക്കയാൽ മറ്റൊരു കാര്യം അവിടെ വ്യക്തമാണ്. ഇത് പ്രതിഫല വിഭജനത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ അവൾക്ക് കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ അവളുടെ നീതിപ്രവർത്തികൾ അഥവാ വിശുദ്ധ ജീവിതവും കർത്താവിനായുള്ള അവളുടെ അധ്വാനവും അതിന് കർത്താവ് അവൾക്ക് പ്രതിഫലം നൽകിയിരിക്കുന്നു എന്നതാണ് ഇവിടെ നമുക്ക് അർത്ഥമാക്കാൻ കഴിയുന്ന മറ്റൊരു സംഗതി. രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘടകത്തിനും കണക്ക് കൊടുക്കണം. നാം ചെയ്യുന്ന സകലത്തിനും കർത്താവ് നമുക്ക് പ്രതിഫലം തരികയും ചെയ്യും. ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് യോഗത്തിന് വേണ്ടി പോയി. അപ്പോൾ ഒരു കുടുംബം എന്നെ ഒരു ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചു. അവിടെ ചെന്നു ഭക്ഷണമൊക്കെ കഴിഞ്ഞ് തിരികെ പോരാൻ നേരം ആ കുടുംബനാഥൻ നമ്മുടെ ഇടയിൽ നടക്കുന്ന ഒരു പതിവ് പോലെ ഒരു എൻവലപ്പ്, ഒരു കവർ എനിക്ക് കൊണ്ടുതന്നു. ഞങ്ങളുടെ സന്തോഷത്തിന് സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചാലും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ തരുമ്പോൾ മനസ്സില്ലെങ്കിലും ഞങ്ങളെപ്പോലുള്ളവർക്ക് വാങ്ങിച്ചേ പറ്റൂ എന്നൊരു രീതി നമ്മുടെ ഇടയിലുണ്ടല്ലോ. ഞാനത് വാങ്ങി. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങാൻ നേരം അപ്പോഴത്തേക്കിനും അവരുടെ വീട്ടിലെ മൂത്ത മകൻ
മൂത്ത മകൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 10 വയസ്സിനടുത്ത് 8-10 വയസ്സ് കാണും. 10 വയസ്സിൽ ഏതായാലും കൂടുതലില്ല, 10 വയസ്സില്ല. ആ കുട്ടി പറഞ്ഞു, പാസ്റ്ററിങ്ങളെ പോകല്ലേ പോകല്ലേ. ഇവൻ ഓടിപ്പോയി അവന്റെ മുറിയിൽ നിന്ന് എന്തോ എടുത്ത് എനിക്ക് കൊണ്ടു തന്നു. ഒരു കറൻസി ആയിരുന്നു, ഒരു തുകയാ. എനിക്കത് വാങ്ങാൻ ഒരു വലിയ പ്രയാസം കൊച്ചു കുട്ടിയുടെ കയ്യിൽ നിന്ന്. അപ്പോഴത്തേക്കിനും ആ കുഞ്ഞിന്റെ പപ്പ പറഞ്ഞു, എടാ ഇങ്ങനെയാന്ന് പാസ്റ്ററിങ്ങളിൽ കൊണ്ട് കൊടുക്കുന്നേ. പപ്പ കൊടുത്തി കണ്ടില്ലേ, ഒരു കവറിനകത്തിട്ട് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കിനും അവൻ ഓടിപ്പോയി ഒരു എൻവലപ്പ് ഒക്കെ എടുത്ത് അതിനകത്ത് പൈസ ഇട്ട് കൊണ്ടു തന്നു. നിർബന്ധിച്ച് എന്നെ ഏൽപ്പിച്ചു. ഞാൻ വാങ്ങി സ്തോത്രം ചെയ്തു, പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു ആ കുഞ്ഞിനെ. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഈ മോനെ എവിടുന്നായി പൈസ? പപ്പയുടെ പേഴ്സിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതൊന്നും അല്ലല്ലോ. അപ്പോഴ ആ ബ്രദറ് കുടുംബനാഥൻ പറഞ്ഞു, അല്ല, കൊച്ചു കുട്ടികളാണെങ്കിലും ഞാൻ ഇവരെ കൊണ്ട് ജോലി ചെയ്യിക്കും. അവധി ദിവസങ്ങളിലൊക്കെ ഇപ്പം വർക്കിച്ചാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ വീട് തൂത്തുവാരാൻ. അങ്ങനെ വീടിന്റെ ഈ കൊച്ചു കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന, അവരെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ജോലികൾ വീട്ടിൽ ചെയ്യിക്കും. ചിലപ്പോൾ ഒരു മുറി മുഴുവനും അടുക്കി പെറുക്കി വൃത്തിയാക്കാനായിരിക്കും. അങ്ങനെയൊക്കെ ഇവനത് ചെയ്യുമ്പം അവന്റെ പ്രോത്സാഹനത്തിന് വേണ്ടി ഞാൻ അവൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ചിലപ്പോൾ ചില്ലറയായിരിക്കും കൊടുക്കുന്നത്, ചിലപ്പോൾ ചില നോട്ടുകളായിരിക്കും. ചില്ലറയൊക്കെ ആണെങ്കിൽ കുറെ ചില്ലറയായി കഴിയുമ്പം അവനത് എൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് ചില്ലറ എനിക്ക് തന്നിട്ട് നോട്ട് മേടിച്ചോണ്ട് പോകും. അങ്ങനെ ഇവന് കിട്ടുന്ന ശമ്പളമായത്. കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവൻ ആ വീട്ടിലെ മകനാ. അപ്പനും അമ്മയും ജോലി ചെയ്ത് അധ്വാനിച്ച് പണമുണ്ടാക്കി ഈ മോനെ പഠിപ്പിക്കുന്നു, അവന് വേണ്ടതെല്ലാം കൊടുക്കുന്നു. പിന്നെന്തിനായി ചെയ്യുന്നേ? പിന്നെന്തിനായി തൂക്കുന്നതിനോ വാരുന്നതിനോ പാത്രം കഴുകുന്നതിനോ എന്തെങ്കിലും കൊടുക്കുന്നത്? അപ്പന്റെ ഒരു സന്തോഷം, ഒരു പ്രോത്സാഹനം. ഈ കുട്ടിക്കും അതൊരു പ്രോത്സാഹനം. ആ പ്രതിഫലം വാങ്ങാൻ പോലും, അവൻ ആ ജോലി ചെയ്തെങ്കിൽ പോലും അത് വാങ്ങാൻ പോലും ഇവൻ അർഹനല്ല. ഇതുപോലെ ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ദൈവ മക്കളായി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന സകലത്തിലും ദൈവം നമുക്ക് എന്ത് തരാൻ ആഗ്രഹിക്കുന്നു? പ്രതിഫലം. പ്രതിഫലം. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത്, സാൽവേഷൻ ഈസ് entirely a free gift, but wages, rewards in wages. രക്ഷ എന്ന് പറയുന്നത് പൂർണ്ണമായും സൗജന്യദാനമാണ്. പക്ഷെ പ്രതിഫലം കൂലിയായിട്ടാണ് കണക്കിടുന്നത്. അതുകൊണ്ട് പ്രതിഫലം ലഭിക്കണമെങ്കിൽ നമ്മൾ അധ്വാനിക്കണം. നമ്മുടെ അധ്വാനത്തിന്റെ പല മേഖലകളുണ്ട്. ദൈവത്തിനായി നമ്മൾ അധ്വാനിക്കുന്ന പല മേഖലകളുണ്ട്. പലരും കരുതുന്നത് ഉപദേശിമാര് മാത്രമാണ് അധ്വാനിക്കുന്നത്, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന്. അല്ല, ഓരോ ക്രിസ്തു വിശ്വാസിയും ഓരോ ക്രിസ്തു ശിഷ്യനും പ്രവർത്തനത്തിലാണ്, അധ്വാനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം.
നമ്മളെല്ലാവരും ഒരേപോലെ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തി എന്താണ്? അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ്? Every single Christian disciple is engaged in Christian activities. We are laboring hard ever since we got saved. നാം രക്ഷിക്കപ്പെട്ട നിമിഷം മുതൽ നമ്മൾ അധ്വാനത്തിലാണ്. അതിൽ ഏറ്റവും ആദ്യത്തെ അധ്വാനം എന്തിനു വേണ്ടിയാ? പ്രയർ? നോ. പ്രതിഫലത്തിന് വേണ്ടി. അതാ ഏത് പ്രവർത്തനമാണോ ചോദിച്ചു പ്രതിഫലം കിട്ടാൻ? സുവിശേഷം. നോ. രക്ഷിക്കപ്പെട്ട അന്നേരം സുവിശേഷം പറയുമ്പോ ആയിരുന്നു ആരെങ്കിലും? അല്ല. രക്ഷയ്ക്കായുള്ള പ്രവർത്തനം. രക്ഷയ്ക്കായുള്ള പ്രവർത്തനം അല്പം കൂടെ ഒന്ന് വ്യക്തമാക്കാമോ രേണു സിസ്റ്റർ? അല്ല, വചനത്തിൽ പറയുന്നില്ലേ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീനെന്ന്? ഓക്കെ. വർക്ക് ഔട്ട് അവർ സാൽവേഷൻ. റീനമ്മയും രേണു സിസ്റ്ററും ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഫെയ്ത്ത്. ഫെയ്ത്ത് എന്നുള്ളത് ഇച്ചിരി കൂടെ ഒന്ന് വ്യക്തമാക്കാമോ നാനി സിസ്റ്റർ? രക്ഷിക്കപ്പെട്ട ഓരോ ക്രിസ്തു ഭക്തനും ഏറ്റവും ആദ്യമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങുന്നത് സാങ്ക്ടിഫിക്കേഷൻ. തെറ്റല്ല എങ്കിലും കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ പറഞ്ഞാൽ വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിനും വിശ്വാസത്തിൽ വളരുന്നതിനും വേണ്ടിയുള്ള അധ്വാനമല്ലേ ഏറ്റവും ആദ്യത്തേത്? വിശ്വാസത്തിലേക്ക് നമ്മൾ വന്നെങ്കിൽ ഏറ്റവും ആദ്യത്തെ പ്രയത്നം ഈ വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. നിലനിൽക്കുന്നതോടൊപ്പം വിശ്വാസത്തിൽ വർദ്ധിക്കുക അല്ലെങ്കിൽ വളരുക എന്നുള്ളത്. അതിനു പോലും നമുക്ക് പ്രതിഫലം കിട്ടുമെന്ന്. സ്തോത്രം. ഈവൻ ദ ഹാർഡ് ലേബർ we make for our own faith, continuance in our faith. സ്തോത്രം. And growth in our faith. അതിനു പോലും പ്രതിഫലമുണ്ട്. അതിനു പോലും പ്രതിഫലമുണ്ട്. ഏറ്റവും വലിയ അധ്വാനം സുവിശേഷ വേലയല്ല. ഞാൻ അതിനെ രണ്ടാം തരത്തിലേ കാണുന്നുള്ളൂ. മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒന്നും കൂടെ ആവർത്തിക്കാം. ഒരു സുവിശേഷകനെ, particularly a minister and generally a Christian, പൊതുവായി സകല ക്രിസ്ത്യാനികളെയും, സകല ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, പേര് കൊണ്ടും ജാതി കൊണ്ടും ക്രിസ്ത്യാനികളെ അല്ല. ക്രിസ്തു ശിഷ്യൻ,
പൊതുവെ ക്രിസ്തു ശിഷ്യന്മാരെ കുറിച്ചും പ്രത്യേകാൽ സുവിശേഷ വേലക്കാരെ കുറിച്ചും പൗലോസ് പല അനാലജീസ്, സാദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഒരു സാദൃശ്യമാണ് 2 തിമോത്തിയോസ് 2-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്ന അധ്വാനിക്കുന്ന കൃഷിക്കാരൻ. 6-ാം വാക്യമാണെന്നാണ് എൻ്റെ ഓർമ്മ. ആണോ? 6. അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യ ഫലം അനുഭവിക്കേണ്ടത്. അധ്വാനിക്കുന്ന കൃഷിക്കാരൻ വെറും കൃഷിക്കാരനല്ല, അധ്വാനിക്കുന്ന കൃഷിക്കാരൻ. വെറും കൃഷിക്കാരുമുണ്ട്. എ ഹാർഡ് വർക്കിംഗ് farmer, a true Christian, or rather a true minister of the gospel, is compared to a hard working farmer. അധ്വാനിക്കുന്ന കൃഷിക്കാരനോടാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ, ഒരു സുവിശേഷകനെയും താരതമ്യം ചെയ്തിരിക്കുന്നത്. As a hard-working farmer, what is our hard work? What is our farming? ഒരു കൃഷിക്കാരൻ എന്ന നിലയിൽ നമ്മുടെ അധ്വാനം എന്താണ്? നമ്മുടെ കൃഷി എന്താണ്? പറഞ്ഞാട്ടെ. Preparing the field and sowing the seeds. Okay. That's a philosophical answer. To be specific, which is that field which we have to prepare, and what is that seed we have to sow? What is? The field is the unreached people, and the seed is the word of God. Yeah, just as I told you in the first instance, that I consider a secondary thing. Primary thing is something different. You are right in the second standard or on the second row, but in the primary row something else is there. നമ്മുടെ ഹൃദയം. ഓക്കെ, നമ്മളെ വിശ്വാസത്തിൽ നിലനിർത്തുന്നത്. Praise God. The kingdom of God. No. വിശ്വാസത്തിന്റെ നിലനിൽപ്പ്. അതിനെ ഈ നമ്മളിപ്പോ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തുകയാണെങ്കിൽ, the first field we have to prepare and sow the seed is, as Sheila sister said, our heart, otherwise our own life. നമ്മുടെ ജീവിതമാണ്, നമ്മുടെ ഹൃദയമാണ് നമുക്ക് ആദ്യം ഒരുക്കിയെടുക്കേണ്ട നിലം. കൃഷിക്കാരൻ എന്ന നിലയിൽ, കൃഷിക്കാരി എന്ന നിലയിൽ നമുക്ക് ആദ്യം ഒരുക്കേണ്ട നിലം നമ്മുടെ വ്യക്തിപരമായ ജീവിതമാണ്. അതിനെ ഹൃദയമെന്ന് പൊതുവെ പറഞ്ഞാലും കുഴപ്പമില്ല. അവർ ഓൺ പ്രൈവറ്റ് ലൈഫ്, അവർ ഓൺ പേഴ്സണൽ ലൈഫ്, നമ്മുടെ വ്യക്തിപരമായ ജീവിതം. And in this particular field, what is actually the seed, or what is to be, what farming to be done? ഈ വ്യക്തിജീവിതം എന്ന വയലിൽ നാം ചെയ്യേണ്ട, ഇറക്കേണ്ട ഏറ്റവും പ്രാഥമികമായ, പ്രധാനപ്പെട്ട കൃഷി ഏതാണ്?
ദൈവവചനം. അല്ല. വ്യക്തി ജീവിതത്തിൽ ഫെയ്ത്ത് നോ. ഫെയ്ത്ത് എന്നുള്ളത് തെറ്റല്ലെങ്കിലും കുറെ കൂടെ ആപ്റ്റ് ആയിട്ടുള്ള മറ്റൊരു ഉത്തരവുണ്ട്. വിശുദ്ധി. ആബ്സല്യൂട്ട്ലി. നമ്മുടെ വ്യക്തി ജീവിതം എന്ന വയലിൽ നാം വിതച്ച് വിളയിക്കേണ്ട വിളവാണ്, വിതച്ച് വിളയിക്കേണ്ട കൃഷിയാണ് വിശുദ്ധി. വിശുദ്ധ ജീവിതം നയിക്കാൻ അധ്വാനത്തിന്റെ ആവശ്യമുണ്ടോ? സ്തോത്രം. ഉണ്ട്. അതിനെ പൗലോസ് പറയുന്നത് ജിംനേഷ്യത്തോട് ഉപമിച്ചുകൊണ്ട്. ജിംനേഷ്യം. അതും പൗലോസ് പറയുന്നത് തിമോത്തിയോസിനോടാ. തിമോത്തിയോസിനുള്ള 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. 4:8 1 Timothy. For while bodily training is of some value, godliness is of value in every way, as it holds promise for the present life and also for the life to come. സ്തോത്രം. Verse 7 also, please. Have nothing to do with irreverent, silly myths. Rather, train yourself for godliness. Train yourself for godliness. Training our physical body has some profits. ശരീരാഭ്യാസം അല്പപ്രയോജനം. അവിടെ കാണുന്നത് ജിംനേഷ്യ എന്ന പദമാണ്. നമുക്ക് ജിംനാസ്റ്റിക്സും ജിമ്മും ഒക്കെ നന്നായിട്ട് അറിയാം. ഇന്ന് മിക്കവാറും ഒരുവിധപ്പെട്ട ഹൗസിംഗ് സൊസൈറ്റികളിലുമൊക്കെ ജിമ്മൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇവിടെയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം പബ്ലിക് ഗാർഡൻസിലുണ്ട് എക്സസൈസ് ചെയ്യാനുള്ള ഒരുവിധപ്പെട്ട സൗകര്യങ്ങൾ. ഞങ്ങൾ താമസിക്കുന്ന ഈ നവി മുംബൈ, ന്യൂ ബോംബെയില് ഒത്തിരി ഗാർഡൻസ് ഉണ്ട്. ഒത്തിരി ഗാർഡൻസ്. അവിടങ്ങളിലൊക്കെ എക്സസൈസ് ചെയ്യാനുള്ള കുറെ ഉപകരണങ്ങളുണ്ട്. ആർക്ക് വേണമെങ്കിലും പോയി. പ്രായമുള്ളവരൊക്കെ അവിടെ വന്ന് രാവിലെയൊക്കെ കാണിക്കുന്ന കസരത്തുകൾ കാണും. കൊച്ചു പിള്ളേരുൾപ്പെടെ വരും. ഇവൻ ചിരിക്കാൻ പോലും വരുന്ന ആൾക്കാരുണ്ട്, ചിരിക്കാൻ വേണ്ടി. അതൊരു തരം എക്സസൈസാ. ഞാൻ ആദ്യമായിട്ടൊക്കെ വന്ന സമയത്ത് പേടിച്ചു പോയി. പ്രായമുള്ള കുറെ ആൾക്കാർ നിന്നുകൊണ്ട് വലിയ ശബ്ദത്തിൽ അട്ടഹസിക്കുന്നു. പിന്നീടാ ഞാൻ മനസ്സിലാക്കിയത് അതൊക്കെ ഇവരുടെ ഓരോ ഗാർഡൻസിലും വന്ന് ഇവർ ചെയ്യുന്നൊരു എക്സസൈസാ. ശരീരാഭ്യാസം. തന്നെ നടക്കാൻ പോലും വയ്യാത്ത അമ്മച്ചിമാരും അപ്പച്ചമാരും ഒക്കെ ചിലരാണെങ്കിൽ അവരെ വണ്ടിയിൽ കൊണ്ടുവിടും. ഗാർഡനിൽ വന്നിട്ട് അവർ പല മെഷീനിലും ഒക്കെ കയറി ഇറങ്ങിയൊക്കെ ചെയ്യുന്ന പരിപാടികൾ കാണും. കൈകൊട്ടുക. നമ്മളൊക്കെ ഒന്ന് പാട്ട് പാടിയാൽ പോലും ഒന്ന് കൈകൊട്ടാൻ വയ്യ. ഇതുങ്ങള് ഗാർഡനിൽ വന്നിരുന്നതുകൊണ്ട് കൈകൊട്ടുക. നമ്മൾ വേണമെങ്കിൽ ഗാർഡനിൽ പോയി കൈകൊട്ടും, പക്ഷെ സഭാഹോളിനകത്തിരുന്ന് കൈകൊട്ടത്തില്ല പാട്ട് പാടാൻ പോലും. ശരീരാഭ്യാസം അല്പപ്രയോജനം. ആ ശരീരാഭ്യാസം അല്ലെങ്കിൽ ട്രെയിനിങ് എന്ന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നതിന് മൂലവാക്ക് ജിംനേഷ്യ. ആ മൂലവാക്കിൽ നിന്നാണ് നമ്മുടെ ജിംനാസ്റ്റിക്സും ജിംനേഷ്യം ഒക്കെ വന്നത്. ഈ ജിംനേഷ്യയുടെ അർത്ഥമാണ് ട്രെയിൻ, പരിശീലിപ്പിക്കുക.
It is strenuous. This physical training is also very terrible and strenuous. To do much efforts. വളരെ സമയം കൊടുക്കണം, വളരെ ബലം ചെലവഴിക്കണം, പിന്നെ പ്രത്യേകമായ ഈ എക്സസൈസ് ഒക്കെ ചെയ്യുന്നവരെ നമുക്കറിയാമല്ലോ, ബോഡി ബിൽഡേഴ്സ് ഒക്കെ തന്നെ. ഞാൻ നേരത്തെ ഇരുന്ന ചർച്ചില് ഒരു സഹോദരൻ ഫിഫയുടെ അംഗീകൃത റഫറി ആയിരുന്നു. അദ്ദേഹം യോഗത്തിനൊക്കെ വരികയാണെങ്കിൽ നമ്മൾ വീട്ടിൽ വെക്കുന്ന ആഹാരം ഒന്നും കൂടുതൽ അദ്ദേഹം കഴിക്കത്തില്ല. ഒരു പ്രത്യേക സമയം കഴിഞ്ഞാൽ അദ്ദേഹം ഒന്നും കഴിക്കത്തില്ല. വറുത്തതും പൊരിച്ചതും ഒന്നും അദ്ദേഹം ഉപയോഗിക്കാറില്ല. അദ്ദേഹം പറയുന്നത്, പാസ്റ്റർ, ഇതൊക്കെ ഞാൻ കഴിക്കുകയാണെങ്കിൽ എന്റെ ഫിസിക്കൽ ടെസ്റ്റിൽ ഞാൻ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് സ്പെഷ്യൽ ഡയറ്റ് അദ്ദേഹത്തിന്. അപ്പൊ ഈ വലിയ ബോഡി ബിൽഡേഴ്സ് ഒക്കെ ചെയ്യുന്നത്, അവർ എക്സസൈസ് ചെയ്യുന്നത് മാത്രമല്ല, അവർക്ക് ഇഷ്ടമുള്ള ആഹാരം പോലും അവര് വർജിക്കുന്നു. അതാണ് നാം 1 കൊരിന്ത്യർ 9-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് ഇക്കാര്യം. അംഗം പൊരുന്നവർ എന്ത് ചെയ്യുന്നു? വർജനമാചരിക്കുന്നു. സ്തോത്രം. വർജനമാചരിക്കുന്നു. എന്നിട്ട് പൗലോസ് പറയുന്നു, അവര് എന്തിനു വേണ്ടിയാ വർജനം ആചരിക്കുന്നത്? വാടുന്ന കിരീടം പ്രാപിക്കുവാൻ. വാടുന്ന കിരീടം. 24-ഉം 25-ഉം 24 and 25. Do you not know that in a race all the runners run, but only one receives the prize? So run that you may obtain it. Every athlete exercises self-control in all things. They do it to receive a perishable wreath, but we an imperishable. Praise God. ഓട്ടക്കാരെല്ലാം ഓടുന്നു, ഒരാൾക്ക് ബിരുദം പ്രാപിക്കാൻ പറ്റൂ. Run that you may obtain that one Stephanos. ജയാളികൾക്കുള്ള കിരീടം നീയും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ, ബിരുദ പ്രാപിപ്പാനായിട്ട് ഓടുവീൻ. അംഗം പൊരുന്നവർ, അത്ലറ്റ്, അവര് സെൽഫ് കൺട്രോൾ, വർജനമാചരിക്കുന്നു. അവർക്ക് ഉറങ്ങാൻ സമയമുണ്ട്. നമ്മുടെ ഗാനഗന്ധർവൻ ശ്രീ യേശുദാസ് 80 വയസ്സ് കഴിഞ്ഞെന്ന് എൻ്റെ അറിവ്. ഇപ്പോഴും അദ്ദേഹം പാടും. ഒരു പ്രാവശ്യം ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നതായിട്ട് ഒരു ക്ലിപ്പ് ഞാൻ കേട്ടു. അവര് പറയുന്നത് സാധന എന്ന സാധനമല്ല, ഈ സെൽഫ് കൺട്രോളിന്, ഈ വർജനത്തിന്, ഈ ഡിസിപ്ലിന് പറയുന്ന പേരാണ് സാധന. അദ്ദേഹം പറയുന്നത് കേട്ടു, പാട്ടുകാരനാകണോ? ഐസ്ക്രീം ഇഷ്ടമാണെങ്കിലും കഴിക്കാൻ പറ്റത്തില്ല. കോൾഡ് ഡ്രിങ്ക്സ് ഇഷ്ടമാണെങ്കിലും കുടിക്കാൻ പറ്റത്തില്ല. മാങ്ങായും ഒക്കെ ഇഷ്ടമാണെങ്കിലും പുളിയുള്ളത് കഴിക്കത്തില്ല. ഓരോരുത്തരുടെ ഓരോന്നാണ്. അപ്പോൾ ഇവരൊക്കെ ശാരീരിക അധ്വാനത്തിലൂടെ നേടുന്നത് എന്താണ്? പെരിഷബിൾ, കറപ്റ്റിബിൾ ക്രൗൺസ് ഓർ റിവാർഡ്സ്. വാടുന്ന കിരീടം ആണ് ഇവരൊക്കെ പ്രാപിക്കുന്നത്. ക്ലാവ് പിടിക്കുന്ന മെഡൽസ്, പഴകിപ്പോകുന്ന സമ്മാനങ്ങൾ. അപ്പം ഈ 9-ാം അധ്യായം 1 കൊരിന്ത്യർ 9-ലും
1 തിമോത്തിയോസ് 4 പൗലോസ് എന്താ പറയുന്നത്? We have to put our everything to succeed in this venture. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ വർജനം ആചരിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ നാം ജിംനേഷ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത്, പരിശീലിക്കേണ്ടതൊക്കെ ഏത് വിഷയത്തിലാ? എന്തിനു വേണ്ടിയാ? വിശുദ്ധരായി നിലനിൽക്കുവാൻ. To present ourselves acceptable before God. To present ourselves holy unto the Lord. To keep ourselves usable for God. ദൈവത്തിന് നമ്മെ തന്നെ ഉപയുക്തരാക്കാൻ, ദൈവത്തിന്റെ മുമ്പാകെ നമ്മെ തന്നെ സ്വീകൃതരാക്കാൻ, നമ്മുടെ ദൈവത്തെ എല്ലാറ്റിലും പ്രസാദിപ്പിക്കുവാൻ നമുക്ക് എന്തിന്റെ ആവശ്യമുണ്ട്? ഈ ജിംനേഷ്യം അഥവാ പരിശീലനത്തിന്റെ ആവശ്യമുണ്ട്. വില കൊടുക്കേണ്ടതാണോ അത്? അധ്വാനം ആവശ്യമുള്ളതാണോ? അതെ, അതെ, ചെയ്തേ പറ്റൂ. അപ്പോൾ അതിന് പ്രതിഫലം കിട്ടുമോ? തീർച്ചയായിട്ടും ലഭിക്കും. അതുകൊണ്ടാ പറഞ്ഞത്, മറ്റെന്തിനേക്കാളും അധിക പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ജീവിതത്തെ വിശുദ്ധമായി സൂക്ഷിക്കുവാൻ നമ്മൾ ചെയ്യുന്ന അധ്വാനത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാ ഞാൻ പണ്ട് എവിടെയോ വായിച്ചത് ഓർക്കുന്നു, ഒരു മാസികയിലാണോ പുസ്തകത്തിലാണെന്ന് ഓർമ്മയില്ല, ഒരു കൊച്ചു വാചകം. ടേക്ക് ടൈം ടു ബി ഹോളി. ടേക്ക് ടൈം ടു ബി ഹോളി. വിശുദ്ധരാകാൻ സമയമെടുക്കുക എന്ന്. സ്തോത്രം. വിശുദ്ധരാകുവാൻ സമയമെടുക്കുക, നേരം കണ്ടെത്തണം. We have to devote much time for keeping ourselves healthy in spirituality. We should devote our everything for a holy living. സ്തോത്രം. സ്തോത്രം. തീർച്ചയായിട്ടും റിസ്ക് എടുത്തേ പറ്റൂ. ബൈബിളിൽ ഒരു ചോദ്യം വന്നതുകൊണ്ടാണ് അതിനു വേണ്ടി അപ്പോൾ നമുക്ക് റിസ്ക് എടുക്കേണ്ടതില്ല എന്ന്. വേണം, വേണം. ബൈബിളിൽ തന്നെ നമ്മള് മിസ്റ്റർ ക്ലീൻ എന്ന് വിളിക്കുന്ന ടീനേജറായ യോസേഫ് വിശുദ്ധനായി തന്നെ നിലനിർത്തുവാൻ റിസ്ക് എടുത്തില്ലേ? വസ്ത്രം ഉരിഞ്ഞിട്ടിട്ട് നഗ്നനായി ഓടിപ്പോകേണ്ട ഗതിയുണ്ടായി തനിക്ക്. അതിന്റെ പരിണിതഫലം ജയിൽ ശിക്ഷയായിരുന്നു. റിസ്ക് എടുത്തു. മറ്റൊരു മിസ്റ്റർ ക്ലീൻ ആണ് ദാനിയേൽ. റിസ്ക് എടുത്തില്ലേ? എടുത്തു. എടുത്തേ പറ്റൂ. ഇങ്ങേയറ്റം നമ്മുടെ സഭകളിൽ പോലും നമ്മൾ വിശുദ്ധരായി നിൽക്കണമെങ്കിൽ
നമുക്ക് റിസ്ക് എടുത്തേ പറ്റൂ. ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാവും. കളിയാക്കും ആൾക്കാര്. ആരും കൂടെ കാണത്തില്ല. വിശുദ്ധൻ എന്ന ഇരട്ടപ്പേരിട്ട് വിളിക്കും. ഒക്കെ ഉണ്ട്. ഒറ്റപ്പെടുത്തും. സ്തോത്രം. റിസ്ക് എടുത്തേ പറ്റൂ. ആ എടുക്കുന്ന റിസ്കുകൾ പോലും വെറുതെ അല്ലെന്ന്. ദൈവം അതിനെല്ലാം പ്രതിഫലം തരുമെന്ന്. സ്തോത്രം. അതാണ് സന്തോഷം. അതാണ് സന്തോഷം നമുക്ക്. ഇവിടെ കാന്ത തന്നെത്താൻ ഒരുക്കി എന്ന് പറഞ്ഞാൽ അവൾ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു. റിസ്ക് എടുത്തു, വില കൊടുത്തു, സമയമെടുത്തു, പരിശീലനം നടത്തി. ഇറ്റ് വാസ് എ ക്യാമ്പയിൻ, നോട്ട് എ ബാറ്റിൽ, നോട്ട് എ സിംഗിൾ വാർ. ഇറ്റ് വാസ് എ സീരീസ് ഓഫ് ബാറ്റിൽസ്, എ ക്യാമ്പയിൻ. ക്രിസ്തീയ ജീവിതം നിരന്തരമായ പോരാട്ടമാണ്. ഒരു യുദ്ധം കൊണ്ട് അവസാനിക്കുന്നതല്ല, ഒരു യുദ്ധം കൊണ്ട് തീരുന്നതല്ല. അതാണ് ഇവിടെ അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു എന്നും അത് വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികളാണെന്നും പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ സഭയിലെ ഓരോ വ്യക്തിയും ഈ ഭൂമിയിൽ വെച്ച് വിശുദ്ധരാകാൻ, വിശ്വസ്തരാകാൻ, വിശ്വാസത്തിൽ നിലനിൽക്കാൻ, വിശ്വാസത്തിൽ വളരാൻ ഒക്കെ എടുത്ത ഓരോ ചുവടിനും, ഒഴുക്കിയ ഓരോ തുള്ളി വിയർപ്പിനും, കണ്ണുനീരിനും, ചോരയ്ക്കും, അതിനുവേണ്ടി ചിലവിട്ട ഓരോ സെക്കൻഡിനും, നിമിഷത്തിനും, വിശുദ്ധരാകാൻ വേണ്ടിയിട്ട് ചിലവിട്ട ഓരോ കാലറിക്കും, ഓരോ കലോറിക്കും കൂട്ടിച്ചേർത്തു. അതിൻ്റെ കൂടെ എന്തൊക്കെയാണെന്ന് ദൈവം പ്രതിഫലം തരും. സ്തോത്രം. അത് തേജസ്, അത് മഹത്വമായിട്ടായിരിക്കും, തേജസ്സായിട്ടായിരിക്കും. സ്തോത്രം. സ്തോത്രം. റിസ്ക് എടുക്കുമ്പോൾ ദൈവം പലപ്പോഴും സൈലന്റ് ആയി ഇരിക്കുന്നു. അതെന്താ അങ്ങനെ? God may be silent but not inactive. ദൈവം ചിലപ്പോൾ മൗനമായിരിക്കും എന്ന് വിചാരിച്ച് ദൈവം പ്രവർത്തനരഹിതനല്ല. സ്തോത്രം. പ്രവർത്തനരഹിതനല്ല. ചപ്പാത്തി ഉണ്ടാക്കാൻ ചപ്പാത്തി പരത്തി കല്ലേൽ, നോർത്ത് ഇന്ത്യൻ ഭാഷയിൽ പറഞ്ഞാൽ തവയിലിട്ടിട്ട് ഒരു സഹോദരി TV കാണാൻ പോകില്ലല്ലോ. സ്തോത്രം. നോക്കി നിൽക്കും, കരിഞ്ഞു പോകാൻ വിടത്തില്ല. തന്റെ വിശുദ്ധന്മാർ വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് വില കൊടുക്കുമ്പോൾ ദൈവം എല്ലാ കാര്യത്തിലും ഒന്നും ചിലപ്പോൾ ശബ്ദിച്ചെന്ന് വരില്ല. പക്ഷേ കർത്താവ് നമ്മെ വിട്ടുപോകുന്നില്ല, ഇനാക്റ്റീവ് അല്ല. ആക്റ്റീവ്ലി ഹി ഈസ് ദെയർ വാച്ചിങ് ഓവർ. നമ്മൾ പാട്ട് പാടാറില്ലേ, അല്ലെങ്കിൽ പറയാറില്ലേ,
കൂടുകളെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. എപ്പോൾ വരെയാ? അങ്ങ് മുകളിൽ നിന്ന് ഈ തള്ളക്കഴുകൻ തന്റെ കുഞ്ഞിനെ പറക്കൽ പരിശീലിപ്പിക്കാൻ വിടും. ചിലപ്പോൾ ആ കുഞ്ഞ് വയ്യാതെ പാറയിൽ ഇടിക്കും, തകരും എന്ന നില വരുമ്പോഴാണ് ഫ്രം ഔട്ട് ഓഫ് നോവെയർ, എവിടെ നിന്നോ ഈ തള്ളക്കഴുകൻ വന്ന് ആ കുഞ്ഞിനെ ചിറകിന്മേൽ വഹിക്കും. അതുവരെ ചിലപ്പോൾ എവിടെയാ തള്ള എന്ന് നമ്മളിപ്പോ പറഞ്ഞതുപോലെ മൗനമായിട്ടിരിക്കുന്നല്ലോ എന്ന് വിചാരിക്കും. ഈ കുഞ്ഞിന് തള്ളയെ കാണാൻ വയ്യ. പക്ഷേ കുഞ്ഞ് തള്ളയുടെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞിട്ടില്ല. സ്തോത്രം. ഇതാണ്, വ്യക്തമായി കാണുമല്ലോ, ഇതാണ് നമുക്ക് പ്രതിഫലം വാങ്ങിത്തരുന്ന ഏറ്റവും ഒന്നാമത്തെ ഘടകം. ഞാൻ പറഞ്ഞല്ലോ, സുവിശേഷ പ്രവർത്തനം, അത് നിമിത്തം സ്വർഗരാജ്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ അധ്വാനം ഒക്കെ രണ്ടാമത്തെ തട്ടിലാണ്. രണ്ടാമത്തെ തട്ടെന്ന് പറഞ്ഞത് അപ്രധാനമെന്ന് ചിന്തിക്കരുത്. സെക്കൻഡ് റോ എന്ന് പറഞ്ഞത് അൺഇമ്പോർട്ടന്റ് എന്ന് കരുതരുത്. അപ്രധാനമെന്നല്ല. പൗലോസ് 1 കൊരിന്ത്യർ തന്നെ 9-ാം അധ്യായം അവസാന വാക്യത്തിൽ പറയുന്ന കാര്യം നമുക്കറിയാം. ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കും. സുവിശേഷ വേലയും ആത്മാക്കളെ നേടുന്നതും ഒക്കെ രണ്ടാം നിരയിലാണെന്ന് പറഞ്ഞത് ഇക്കാരണത്താലാണ്. സ്തോത്രം. പലരും അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ പ്രതിഫലം വാങ്ങാൻ ആളങ്ങ് ചെല്ലത്തില്ല. അതുകൊണ്ട് എന്ത് പ്രയോജനം? അതുകൊണ്ടാണ് പ്രാഥമികമായ വിഷയം സ്വന്തം ജീവിതത്തിലെ വിശുദ്ധി എന്ന വിളവിനാണെന്നും അത് കഴിഞ്ഞു മതി സുവിശേഷ വേല, അത് കഴിഞ്ഞു മതി ആത്മാക്കളെ നേടുക എന്ന വിളവ് എന്നുമാണ് പറഞ്ഞത് അർത്ഥമാക്കിയത്. The second row, the field is the world and the seed is the word, the gospel. We have to labor hard in the world to bring so many souls into salvation. That is our second famine. The primary famine is in our own lives, cultivating holiness. Cultivating holiness. And the secondary thing is sowing the seed of the gospel, cultivating souls, reaping souls for God. സ്തോത്രം. അപ്പോ ഒന്നാമത് നമ്മുടെ ജീവിതം എന്ന വയലിൽ വിശുദ്ധിയുടെ വിത്ത് വിതറി, സ്തോത്രം, അല്ലെങ്കിൽ വിശുദ്ധീകരണം എന്ന പ്രക്രിയയിലൂടെ നിത്യജീവനിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ളത്. സ്തോത്രം. അതാണ് പൗലോസ്ലിഹ റോമാലേഖനം 6-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു. റോമൻസ് 6:22. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും
അതിന്റെ അന്തം നിത്യജീവനും ആകുന്നു. സ്തോത്രം. ദൈവത്തിന് ദാസന്മാരായി ദൈവത്തെ അനുസരിച്ച്, അല്ലെങ്കിൽ ആത്മാവിനെ അനുസരിച്ച്, അതുമല്ലെങ്കിൽ ദൈവവചനം അനുസരിച്ച് നാം ജീവിച്ചാൽ ഫലം വിശുദ്ധീകരണം, അതിൻ്റെ അന്തം നിത്യജീവൻ. ഇങ്ങനെയുള്ള വിശുദ്ധീകരണം ഉൾപ്പെടെ, വിശുദ്ധന്മാരാകുന്നതുൾപ്പെടെ നമ്മുടെ ഈ കഠിനാധ്വാനം, നമ്മുടെ പ്രയത്നം, നമ്മുടെ ഓട്ടം, അധ്വാനം, ഇതിനെല്ലാം പ്രതിഫലം നൽകുന്ന സമയമാണ് ഈ പറഞ്ഞ വെളിപ്പാട് 19 8 9 വാക്യങ്ങൾ. സ്തോത്രം. സ്തോത്രം. ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് വിശുദ്ധ ജീവിതത്തിനെതിരെയാണ്. സ്തോത്രം. നമ്മളപ്പോൾ, അല്ലെ, നമ്മുടെ മുൻപിലുള്ള ചോയ്സസ് നമുക്ക് ഏറ്റവും കുറച്ചു മാത്രമേ ഉള്ളൂ. ഒരു സാധാരണപ്പെട്ട ജീവിതം നയിക്കാനാണെങ്കിൽ നമുക്ക് തെരഞ്ഞെടുപ്പിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ നാം വിശുദ്ധരാകും തോറും നമുക്ക് മുൻപിൽ തെരഞ്ഞെടുപ്പിനുള്ള സാധ്യതകൾ തുലോം ചുരുക്കം. അവിടെയാണ് ഈ വാതിലിടുക്കമുള്ളതും വഴി കഠിനമേറിയതുമാകുന്നത്. പക്ഷെ അവിടെ തളരാതെ അങ്ങനെ പോകുവാൻ നാം ഉദ്യമിക്കുന്നെങ്കിൽ ലഭിക്കുന്ന പ്രതിഫലം, നമുക്ക് ലഭിക്കുന്ന തേജസ് ഏറെ വലുതായിരിക്കും. സ്തോത്രം. ഇത്രയും ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ? ഓക്കെ, അങ്ങനെ. സ്തോത്രം. ഒന്നുമില്ല എങ്കിൽ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ മടങ്ങി വരുന്നു. നമ്മൾ പറഞ്ഞ കാര്യമാണ്, ക്ഷണിക്കപ്പെട്ടവർ കുഞ്ഞാടിന്റെ കല്യാണത്തിന്, എന്ന് വെച്ചാൽ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. കല്യാണ സദ്യ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ക്രിസ്തുവിന്റെ വാഴ്ചയാണ്. സ്തോത്രം. അതിനെ നമുക്ക് ഇവിടെ 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനോട് കൂടെ വാഴുന്ന അവസ്ഥയായി മനസ്സിലാക്കാം. സ്വർഗത്തിൽ വെച്ച് പ്രതിഫല വിഭജനത്തോടുകൂടെ ശുദ്ധവും ശുഭ്രവുമായ വസ്ത്രം ധരിപ്പാൻ വരം ലഭിച്ചവരായി നാം രക്ഷിക്കപ്പെട്ടതിന് ശേഷം, രക്ഷിക്കപ്പെട്ടു എന്നതിൻ്റെ ഫലമായി ചെയ്ത നീതിപ്രവൃത്തികളുടെ പ്രതിഫലങ്ങൾ വാങ്ങി കുഞ്ഞാടിന്റെ കല്യാണം കഴിയുകയാണ്. ആ കുഞ്ഞാടിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ആ കല്യാണ സദ്യ, അത് ഒരുപക്ഷെ ഈ 1000 ആണ്ട് വാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ആഘോഷമാണ്. അതിലും പ്രവേശിക്കുന്നവർ ഭാഗ്യവാന്മാർ. മരിച്ചുപോയ വിശുദ്ധന്മാരിൽ 3 കൂട്ടർ ക്ഷണിതാക്കളാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, ഓർമ്മ കാണും. ഇന്നലെയും നമ്മളത് തുടക്കത്തിൽ പറഞ്ഞിരുന്നു. പഴയ നിയമ വിശുദ്ധന്മാരും മഹാപീഡനകാല വിശുദ്ധന്മാരും
യഹൂദ ജാതിക്ക് പുറത്തുള്ള ദൈവത്തെ അനുസരിച്ച വിശുദ്ധന്മാരും ഉൾപ്പെടുന്ന ഒരു പഴയ സംഘം ക്ഷണിതാക്കളായിരിക്കും. കൂടാതെ നാം വെളിപ്പാട് മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം 31 മുതൽക്കുള്ള വാക്യങ്ങളിൽ കാണുന്നത് പോലെ ക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന യഹൂദന്മാരും ജാതികളും ഉൾപ്പെടുന്ന ഒരു ഭൗതിക ശരീരത്തിൽ വസിക്കുന്ന വിശുദ്ധന്മാരും ഈ നന്മയുടെ ഓഹരിക്കാരായിരിക്കും. അതുകൊണ്ടാണ് അവരെ വലത്തുള്ളവരെ 25-ാം അധ്യായം മത്തായി 31 മുതൽക്കുള്ള വാക്യങ്ങൾ തേജസ്സിന്റെ സിംഹാസന ന്യായവിധിയാണല്ലോ. ആ തേജസ്സിന്റെ സിംഹാസന ന്യായവിധിയിൽ വലത്തുള്ളവരോട് രാജാവ് കൽപ്പിക്കുന്ന കൽപ്പന നമുക്കറിയാം. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രാജ്യത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളുവീൻ. അങ്ങനെ ആ സന്തോഷത്തിൽ ഈ കൂട്ടരെല്ലാവരും ഉൾപ്പെടുന്നു. നമ്മൾ കാന്തയായി, ദൈവത്തിന്റെ സഭ കാന്തയായി ക്രിസ്തുവിനോട് കൂടെ വാഴും. മുൻപ് പറഞ്ഞ ഉയർത്തെഴുന്നേറ്റ വ്യക്തികളിൽ 3 സമൂഹങ്ങൾ ആ സന്തോഷത്തിൽ പങ്കാളികളാകും. മണവാളന്റെ സ്നേഹിതൻ മണവാളന്റെ സ്വരം കേൾക്കുമ്പോൾ സന്തോഷിക്കുന്നുവെന്ന് സ്നാപകൻ പറഞ്ഞതുപോലെ, കൂടാതെ ജഡവാസികളായി അന്ന് ജീവിച്ചിരിക്കുന്ന യഹൂദന്മാരും തേജസ്സിന്റെ സിംഹാസന ന്യായവിധിയിൽ വലത്തുള്ളവരായി ജാതികളുമായവരും ഈ സന്തോഷത്തിൽ പങ്കുചേരുന്ന അനുഭവമാണ് 19-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. ഇത്രയും 7 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങളിൽ മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഇല്ലെങ്കിൽ നമുക്കത് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം. കർത്താവിന്റെ വരവ് താമസിച്ചാൽ നാളെ 10-ാം വാക്യം മുതൽക്കുള്ള ഭാഗങ്ങൾ ചിന്തിക്കാം. പാസ്റ്റർ, ഈ 1000 ആണ്ട് വാഴ്ചയിൽ അന്നുള്ള മനുഷ്യരെ അവർ നിത്യതയിലേക്ക് ചേരുവാന്നോ? 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ഒരു പാറ്റലും കൂടെ ഉണ്ട്. ഓ, അവിടെ അരിപ്പയുണ്ട്. ഓക്കെ, അത് നമ്മൾ 20-ാം അധ്യായത്തിൽ അല്പം കൂടെ കാണുന്നുണ്ട്. 20-ാം അധ്യായത്തിലാണ് അതിന്റെ ആ അരിപ്പ. പക്ഷെ പാസ്റ്റർ, ഈ ജഡവാസികളായിട്ട് ഉള്ളവരും തേജസ്കരിക്കപ്പെട്ടവരും ഒന്നിച്ച് ഈ 1000 ആണ്ട് വാഴ്ചയിൽ ജീവിക്കുന്നത് ഒരു ഇതുപോലെ തോന്നുന്നു. തേജസ്കരിക്കപ്പെട്ടവരും ജഡവാസികളും തമ്മിൽ എങ്ങനായിരിക്കും? അവര് തമ്മിലൊന്നുമില്ല. അല്ല, ഒന്നിച്ച് ജഡവാസികൾ ഭൂമിയിലായിരിക്കും. അല്ല, 1000 ആണ്ട് അതാ പറഞ്ഞ, ഭൂമിയിൽ മാത്രമായിരിക്കും. തേജസ്കരിക്കപ്പെട്ടവർ അത്യാവശ്യ സമയങ്ങളിൽ പ്രത്യക്ഷപ്പെടും, അതിന്റെ ആവശ്യമുള്ളൂ. അവർ ഭൂമിയിൽ താമസിക്കുന്നില്ല. അവർക്ക് ഭൂമിയിൽ താമസിക്കാൻ സ്ഥലം വേണ്ട, വീട് വേണ്ട, യാത്ര ചെയ്യാൻ വണ്ടി വേണ്ട. അവരന്നത്തെ ഗവൺമെന്റിന്റെ സ്റ്റാഫ് ആയിരിക്കും. അതെ, അവരെ അധികാരികളായിരിക്കും. പക്ഷെ ഇന്നലെ കഥ പറയാന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ല. മത്തായി 22-ാം അധ്യായം എടുത്തപ്പോൾ ശരിയാ, അത് വിട്ടുപോയി. നാളെ പറയാം. ഞാൻ മറന്നുപോയി. അത് ഇന്നിനിപ്പോ സമയമില്ലല്ലോ. അതും കൂടെ പറഞ്ഞിട്ട് 10-ാം വാക്യത്തിലേക്ക് എത്താം. 2 കാര്യങ്ങൾ അതിൽ പറയാനായിട്ടുണ്ട്.
1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് കൂടുതൽ നമുക്ക് പഠിക്കാം. 20-ാം അധ്യായത്തിലേക്ക് വരാൻ നമുക്ക് സമയം ലഭിക്കുമെങ്കിൽ അന്ന് ഈ കാര്യങ്ങളൊക്കെ കുറെ കൂടെ വ്യക്തമാകും. അല്ലെങ്കിൽ അവിടെ പോയി അനുഭവിക്കാം. തീർച്ചയായിട്ടും. ശരി, എന്നാൽ കർത്താവിന്റെ വരവിനായുള്ള പ്രത്യാശയോടെ പ്രത്യേകാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഭക്തിയും വിശ്വാസവും വിശുദ്ധിയും നമുക്ക് കൂടുതലായി കൃഷി ചെയ്ത് ദൈവത്തിന്റെ സഹായത്താൽ ഫലം കൊയ്യുന്നവരാകുക നമുക്ക് സമർപ്പിക്കാം. കർത്താവ് നമ്മെ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.